മോനെ, എന്നെയാ മൂർത്തി വിളിച്ചത്. എൻഗേജ്മെന്റ് ചെല്ലണമെന്നും പറഞ്ഞു. ആദർശേട്ടൻ എന്നെയും വിളിച്ചിരുന്നു. പിന്നെ ആളെ കൂട്ടുന്നൊരു ചടങ്ങല്ലല്ലോ ഇത്, രഹസ്യമായിട്ട് നടത്തുന്നതല്ലേ. എന്നാ പിന്നെ നീ പോയിട്ട് വാ, ഞാൻ മൂർത്തിയെ വിളിച്ചോളാം. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നുള്ള പ്രാർത്ഥന എനിക്ക്. പയ്യനൊട്ടും ഇഷ്ടമല്ല അല്ലേ? എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവന്റെ രണ്ടാം കെട്ടല്ലേ. അങ്ങനെയുള്ളപ്പോ അവന്തികയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നത് അവന്റെ ഭാഗ്യമല്ലേ. എന്നിട്ട് ആ ഭാഗ്യം നീ എന്താ വേണ്ടാന്ന് വെച്ച്? എനിക്ക് അവളോട് പഠിക്കുന്ന കാലം തൊട്ട് താല്പര്യമില്ലെന്ന് മുത്തച്ഛനോട് പറഞ്ഞിട്ടില്ലേ? അവളെ ഞാൻ ആ കണ്ണോടെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ തന്നെ അനിയും പറയുന്നത്. അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ വീട്ടുകാർ പ്രഷർ ചെലുത്തി ആ പയ്യനെ അതിലേക്ക് വലിച്ചിടുകയായിരുന്നു. അതിലിപ്പോ മൂർത്തിക്ക് നല്ല വിഷമമുണ്ട്. ഇനിയിപ്പോ ആ വിഷമത്തിനൊപ്പം മുത്തച്ഛനെ നിൽക്കണ്ട. എന്തായാലും അനി അവന്തികൻ തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കണം. അതില് നിനക്കെന്താ ഇത്ര വാശി? അല്ല, അനിയുടെ കല്യാണം കഴിഞ്ഞെങ്കിലേ അനിയും അനാമികയും തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള അനിയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവന്തിക അവന്റെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡിവോഴ്സ് ആവാതെ റിംഗ് എക്സ്ചേഞ്ച് നടത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ നടത്തിയെന്ന് കരുതി വേണു അയാളുടെ മോളും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവർക്കും ഈ നിശ്ചയം നടക്കണമെന്ന് ആഗ്രഹം. എങ്കിലേ എന്തെങ്കിലും നഷ്ടപരിഹാരം മൂർത്തി സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കുറെ ജന്മങ്ങള്. എല്ലാവരും നല്ലവരായ ശരിയാവില്ലല്ലോ മുത്തശ്ശ. എന്നാ പിന്നെ ഞാൻ പോയിട്ടരാം. ആയിക്കോട്ടെ. രാവിലെ ചായ കുടിച്ചായിരുന്നോ മോളെ? ഇല്ല ചാ, ഞാൻ കുടിച്ചോളാം. മോളെ, നിനക്ക് അനിയുമായിട്ടിപ്പോ ഒരടുപ്പവും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ വലിയ ആത്മാർത്ഥയൊന്നും ഇല്ലെന്നാണ് അച്ഛൻ്റെ വിശ്വാസം. നിന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അതറിയാം. പിന്നെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നില്ല. മോളുടെ 2 ചേച്ചിമാരുടെ കാര്യം എടുത്തു നോക്ക്. അവർ അനന്തപുരി തറവാട്ടില്ല മരുമക്കളാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ? അങ്ങനെ മരുമക്കളായതുകൊണ്ട് 2 ആൾക്കും ഒരുപോലെ പ്രയോജനം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ. നവ്യയ്ക്ക് അബിയെപ്പോലൊരു പയ്യനെ കിട്ടിയതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ നയനയുടെ കാര്യമോ? ആദർശനെ പോലെ നല്ലൊരു പയ്യനെ ഇന്നത്തെ കാലത്ത് കണ്ടെത്താൻ പറ്റുമോ? ഇതൊക്കെ ഇപ്പോ അച്ഛൻ എന്തിനാ എന്നോട് പറയുന്നത്? അതാണ് ജീവിതത്തിന്റെ പോക്കെന്ന് പറയായിരുന്നു. ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ കിട്ടിയെന്ന് വരും, മറ്റു ചിലപ്പോ ഒന്നും കിട്ടിയില്ലെന്നും വരും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് നല്ല മനുഷ്യർ. അവർക്കേ മനസമാധാനം കിട്ടത്തുള്ളൂ. എനിക്കിപ്പോ മനസമാധാനത്തിന് കുറവൊന്നുമില്ല അച്ഛാ. പക്ഷെ ഇന്നലെ മുതല് എനിക്കും അമ്മയ്ക്കും അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് ഇറങ്ങാല്ലേ? പോവാം. മോളെ, ദേ എല്ലാം ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. സമയത്തിന് കഴിച്ചിട്ട് വേണം പോവാൻ, കേട്ടോ? അതോ നീ ഇന്ന് പോണില്ലേ? പിന്നെ പോണ്ടേ? അല്ല, നിന്റെ മട്ടും ഭാവവും കണ്ടിട്ട് നീ പോകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാ. ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ലീവൊന്നും എടുക്കത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അനിയുടെ നിശ്ചയം ഇങ്ങനെ പോട്ടെ മോളെ. കല്യാണത്തിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ പോവാം. കല്യാണത്തിനും എനിക്ക് വരണമെന്നൊന്നുമില്ല. ഞാൻ വന്നില്ലെങ്കിലും കല്യാണം ഭംഗിയായിട്ട് നടന്നു പോയിക്കോളും. ഇന്ന് നിശ്ചയം നടന്നു കഴിഞ്ഞാ അവിടെ ചിലരുടെയൊക്കെ പരാതി അവസാനിക്കും മോളെ. പിന്നെ നിന്നെ ആരും കുറ്റം പറയില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും ആ വീട്ടിലേക്ക് പോവാം. അതുപോട്ടെ, എങ്ങനെയുണ്ട് എന്റെ സാരി? ഇന്നലെ ഞാൻ ചോദിച്ചില്ലേ, ഇപ്പൊ ഉടുത്തപ്പോ എങ്ങനെയുണ്ട്? അത് അമ്മ എന്നെ നേരത്തെ കൊടുത്ത് കാണിച്ചിട്ടുള്ളതല്ലേ. എന്തായാലും സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇത് മോളെടുത്ത് തന്നെ ഷർട്ടും മുണ്ടും തന്നെയാ. അച്ഛനും നന്നായിട്ട് ചേരുന്നുണ്ട്. മോളെ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം മോളെ.
നിനക്ക് നല്ലൊരു പയ്യൻ വരും. ആദർശനെ പോലെ നല്ലൊരു പയ്യൻ. അത്രയ്ക്ക് നല്ല മനസ്സാണ് നിന്റേത്. പോവാൻ കനക. പോയിട്ട് വരാട്ടോ. ഗോവിന്ദേട്ട ശ്രദ്ധിച്ചില്ലേ? അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. നമുക്കിറങ്ങാം, വാ. രാവിലെ നമ്മുടെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടാണല്ലോ വസുന്ധര അനി നിന്നത്. അതെ, പക്ഷേ ഇനി ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാ അതിനേക്കാളും സങ്കടമായിരിക്കും അവന്തിക മോൾക്ക്. എന്ന് മാത്രല്ല, ഗോവിന്ദനും കനകയും തറപ്പിച്ചു പറഞ്ഞതാ നന്ദുവിനെ ഈ വീട്ടിലേക്ക് വിടാൻ താല്പര്യമില്ലെന്ന്. അപ്പൊ പിന്നെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആ ബന്ധം നടക്കില്ല. എന്ന് മാത്രല്ല, ജാനകിയൊക്കെ നന്ദുവിനെ വെറുക്കുന്ന കൂട്ടത്തില. എന്തിനാ വീണ്ടും അടിയും വഴക്കും ഒക്കെ ആയിട്ടൊരു കല്യാണം? അതിന്റെ ആവശ്യം നമുക്കുണ്ടോ? ഇതാവുമ്പോ ആർക്കും പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. പിന്നെ അന്യവീട്ടിലെ പെൺകുട്ടിയൊന്നും അല്ലല്ലോ അവന്തിക മോള്. അതുകൊണ്ട് ഇനി അവൾ എങ്ങനെയായിരിക്കും ചിന്തിക്കേണ്ട കാര്യവുമില്ല. എന്റെ അഭിപ്രായം അത് തന്നെ. ആ, ആഹാ, രണ്ടാളും എത്തിയോ? നമസ്കാരം സാർ. നന്ദുമോൾ എവിടെ? മോൾക്ക് ഡ്യൂട്ടി ഉണ്ട്. മോള് വരുന്നത് ഇവിടെ പലർക്കും താല്പര്യമില്ല. അതുകൊണ്ട് മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതല്ലേ. മൂർത്തി സാറേ, ഇനിയിപ്പോ ഞങ്ങളത് മറച്ചു വെക്കുന്നില്ല. അനിയോ അവന്തികയോ ഒരുമിച്ച് കഴിഞ്ഞാ പിന്നെ ഇവിടെ നടക്കുന്ന ഏത് ചടങ്ങിലും നന്ദുവിനെയും കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതിനു മുമ്പ് അത് ശരിയാവത്തില്ല. ഈ നിശ്ചയം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ സാറേ. ഞാൻ വസുന്ധരയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനിക്ക് ഈ ബന്ധത്തിൽ ഒരു താല്പര്യവുമില്ല. പിന്നെ അവന്തിക മോൾക്ക് അവനെ വലിയ ഇഷ്ടാ. അത് നടക്കണോ അമ്മേ? അന്ന് അവസാനമായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോഴും ഞാൻ അവന്തിക മോളോട് പറഞ്ഞതാ, ഇനി നന്ദു ഒരു കാരണവശാലും ഒന്നിനും ഒരു തടസ്സമാവില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ 3 പെൺമക്കൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഈ നാട്ടില് അങ്ങനെ കഴിയുന്ന ഒരു വീട് പോലും കാണില്ല. നിങ്ങളുടെ എതിർപ്പും ജാനകിയുടെ എതിർപ്പും കൊണ്ടാ ഞങ്ങൾ പിന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞത്. പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും അച്ഛനമ്മമാരെ വിഷമിപ്പിച്ച് ഒരു കല്യാണം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതൊക്കെ പോട്ടെ, നന്ദുവിന് പിന്നെ നല്ല ആലോചന വല്ലതും വന്നായിരുന്നോ? വരുന്നുണ്ടമ്മേ, പക്ഷേ അവള് പിടിതരുന്നില്ല. ആ, കല്യാണം കഴിക്കാതെ നടക്കുന്ന വേറൊരാൾ എത്തി. നമസ്കാരം. ആ, അമ്മ ഒരുപാട് ആലോചന കൊണ്ടുവരുന്നുണ്ടല്ലോ മോനെ. നീ ഒന്നും സമ്മതിക്കുന്നില്ലെന്നാ നരസിംഹൻ പറഞ്ഞത്. കൊണ്ടുവരലൊക്കെ കണക്കാ സാറേ, പിന്നെ എങ്ങനെ സമ്മതിക്കാനാ? ഇവിടെയും ചിലരൊക്കെ നവീന് വേണ്ടി പെണ്ണ് നോക്കുന്നുണ്ട്. എനിക്കുള്ള പെണ്ണിനെ ഏതാണ്ട് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക.
ഇനിയിപ്പോ അമ്മ സമ്മതിച്ചാ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല. ആ അല്ല, അനി എവിടെ? ആ അവനെ അവന്റെ ഏട്ടന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആഹാ, എന്നാ പിന്നെ ഞാനും കൂടാ. ശരി എന്നാ. ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളാ. ദേ, അമ്മ ഒരു തട്ടില്, മോൻ വേറൊരു തട്ടില്. പിന്നെ എങ്ങനെ കല്യാണം നടക്കാനാ? ഇനിയിപ്പോ മോൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഇഷ്ടമില്ലാത്ത മരുമകളെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ പിണക്കം അമ്മായിമ്മയ്ക്കുണ്ടാവും. ഒരു ബന്ധമൊക്കെ നടന്നു കഴിഞ്ഞാൽ പൊരുത്തപ്പെട്ടു പോണം, അല്ലെങ്കിൽ വീട് വീടല്ലാതാവും. എടാ, നീ ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക്. ആ, ഒന്നും അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമല്ലേ അത്? നിന്റെ പെങ്ങക്ക. എനിക്ക് നല്ല ദിവസം നല്ലത്. ഇത് രണ്ടാമത്തെ തവണയാ ഇഷ്ടമില്ലാത്ത പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ. എടാ, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. നിശ്ചയം നടക്കുന്ന സമയത്തെങ്കിലും നീ ദേഷ്യമൊക്കെ കളഞ്ഞ് സന്തോഷമായിട്ടിരിക്കണം. അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് വിഷമാവും. എടാ, എന്റെ പെങ്ങള് അത്രയ്ക്ക് കുഴപ്പക്കാരിയൊന്നുമല്ല. എന്ന് മാത്രമല്ല, അവൾ MBA കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് MBA കഴിഞ്ഞൊരു പെണ്ണിനെ അല്ല ആവശ്യം. എന്റെ രീതികളുമായി ഒത്തുപോകുന്നൊരു പാർട്ട്ണറെയാ. എടാ, അവന്തിക ഒരു പാവമല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല ഏട്ടാ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവളോട് 1000 തവണ പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. എന്നാ അവൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സമ്മർദ്ദം ചെലുത്തി ഈ കല്യാണം നടത്താൻ വേണ്ടി. എടാ, അവക്ക് ഈ വീട് വിട്ടു പോകാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങളുടെ നോട്ടത്തിൽ നീയും അവളും നല്ല ചേർച്ചയാ. 100%. ഓ, പിന്തുണയ്ക്കാൻ ഒരുത്തനും കൂടെ വന്നു. എടാ, ആദർശേട്ടൻ പറഞ്ഞ സത്യമാ. അനാമികയും അവളുടെ വീട്ടുകാരിൽ നിന്ന തിരിച്ചടികള് ആരും ഇപ്പോഴും മറന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ബന്ധം എടുക്കുന്നതിനേക്കാൾ നല്ലത് കുടുംബത്തിനകത്തുള്ള പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുന്ന. എന്തായാലും നിന്നെ വിഷമിപ്പിക്കാനായിട്ട് ഈ വീട്ടിലുള്ളവര് അവന്തികയെ നീ കല്യാണം കഴിക്കണമെന്ന് പറയത്തില്ല. അല്ല, നരസിംഹൻ സാർ വന്നില്ലേ? ചെറിയ ചടങ്ങല്ലേ, അതുകൊണ്ട് ഞാൻ വരുന്നു പറഞ്ഞപ്പോ മുത്തശ്ശൻ മൂർത്തി സാറിനെ വിളിച്ചോളാന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നാ മതിയോ? നവീനും ഒരു പെണ്ണൊക്കെ വേണ്ടേ? എനിക്കുള്ള പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നാ മതിയോ? നവീനും ഒരു പെണ്ണൊക്കെ വേണ്ടേ? എനിക്കുള്ള പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സമയവും കാലവും നോക്കി അവളെയും അവളുടെ വീട്ടുകാരെയും വിവരം അറിയിക്കണം. അതിനു മുമ്പ് ഞങ്ങളോടൊന്നും പറഞ്ഞൂടെ? അതൊക്കെ പറയാം. അതിനു മുമ്പ് അമ്മയുടെ സ്വഭാവം ഒന്ന് മാറണം. അത്യാവശ്യം തൻ്റെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിന്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ തിരക്കിനിടയിൽ ഒരു ദിവസം പത്മാൻഡിയെ കണ്ടിരുന്നു. അപ്പോ നിന്റെ വിവാഹക്കാരൻ ചോദിച്ചു, നവീന്റെ മനസ്സിലുള്ള പെണ്ണ് അവന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ, ആ ബന്ധം നടക്കില്ലെന്നാണ് നിന്റെ അമ്മ പറഞ്ഞത്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഈ ജന്മം ഒരു മരുമോളെ കിട്ടാൻ പോകുന്നില്ല. ആദർശം ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ ഒരുക്കാം. ഏയ്, വലിയ ഒരുക്കൊന്നും വേണ്ട. എത്ര ഒരുങ്ങിയാലും എന്റെ മുഖത്ത് വലിയ വെളിച്ചൊന്നും ഉണ്ടാവില്ല. കല്യാണം കഴിയുമ്പോ വെളിച്ചൊക്കെ വന്നോളും.
നയന ഇവിടെ ഉണ്ടെങ്കിൽ കല്യാണത്തിനൊന്നും ബ്യൂട്ടീഷ്യനെ വിളിക്കേണ്ട കാര്യമില്ല മോളെ. കല്യാണം ചിങ്ങത്തി നടത്താന്നല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും മോൾ 7-ാം മാസം കഴിഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പോയിരിക്കും. എന്നാലും കല്യാണത്തിന്റെ തലേദിവസം വരത്തില്ലേ എടുത്തി? 7-ാം മാസം എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലും അമ്മ മിക്കവാറും തിരികെ വിളിച്ചോണ്ട് വരും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അനി ഇപ്പോഴും അടഞ്ഞു നിൽക്കുക. ഇതവന്റെ 2ാം വിവാഹമാ. 2 കല്യാണത്തിനും അവനെതിരായിരുന്നു. പിന്നെ അച്ഛനും നമ്മളുമെല്ലാം നിർബന്ധിക്കുന്നോണ്ടാ അവൻ ഇതിനെല്ലാം നിന്ന് തരുന്നത്. നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അകന്നു പോകത്തില്ലല്ലോ ഏട്ടത്തെ. അതൊരു നല്ല കാര്യമല്ലേ? നിന്റെ മോന്റെ സ്വഭാവം എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാ അവൻ ഈ ബന്ധത്തെ എതിർത്തോണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളെയല്ലോ അവൻ കല്യാണം കഴിക്കുന്നത്, എന്റെ മോളെയല്ലേ. ഇപ്പോഴും നന്ദുവായിട്ട് അനിയേട്ടന് അടുപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനൊന്നും ഇല്ല മോളെ. അത് നടക്കാത്ത ബന്ധമാണെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം. ഇനി എന്റെ മോളെന്ന് എഴുന്നേറ്റേ. എങ്ങനെയുണ്ടടി നിന്റെ മോള്? കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ അല്ലേ ഒരുക്കിയത്, പിന്നെ മോശമാകോ? ഞാനേ ഒരു സെൽഫി എടുക്കാം. നീ എന്താടി ഒന്നിനും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നേ? നിന്റെ നാത്തൂന്റെ നിശ്ചയല്ലേ ഇവിടെ നടക്കുന്നേ? അതൊക്കെ നടത്തേണ്ടവര് നടത്തിക്കോളും. ഞാൻ വന്നില്ലേലും ഒരു കുഴപ്പമില്ല. നീ ഈ വീട്ടിലൊരു അംഗമല്ലേ? അങ്ങനെ ഒരു തോന്നൽ ഇവിടെ പലർക്കും ഇല്ല, അമ്മയുടെ പ്രിയപ്പെട്ട മോൾക്ക് പോലും. നീ ഈ വീട്ടിലുള്ള നല്ലവരായ ആൾക്കാരെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഇപ്പൊ നിന്റെ ഇഷ്ടത്തിനാ നീ ജീവിക്കുന്നേ. അല്ല, അതുകൊണ്ട് നിനക്കൊരു പ്രയോജനവും ഉണ്ടാവും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ജീവിതം എവിടെ പോയി നിൽക്കുമെന്ന് ഒരെത്തും പിടിയില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. മോഡലിംഗ് ചെയ്യുന്നോണ്ട് നല്ല പൈസയുണ്ട്. ഏൻ ജ്വല്ലറി എന്നല്ലാതെ ഒരുപാട് ഓഫേഴ്സ് എനിക്ക് വരുന്നുണ്ട്. പിന്നെ അവരെ പിണക്കണ്ടാന്ന് കരുതി ഞാൻ പോവാതിരിക്കുന്നതാ. എടീ, മറ്റെവിടെയെങ്കിലും നീ പൊയ്ക്കോ, എന്നിട്ട് ഏൻ ജ്വല്ലറിക്കാരെ ഒഴിവാക്ക്. എനിക്ക് മനസ്സില്ല. എനിക്കൊരു ഗതിയില്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിച്ചവരവര്. ഒരിക്കലും ഞാൻ അവരെ ഒഴിവാക്കില്ല. വേണ്ടടി, വേണ്ട. എന്നിട്ട് നീ കള്ളം പറയുന്ന ഒരുത്തനെയും വിശ്വസിച്ച് ജീവിച്ചോ. അവനാണ് മറ്റാരെക്കാളും നല്ലവൻ, അങ്ങനെ എനിക്ക് തോന്നുന്നു. ആ തോന്നലൊക്കെ നിനക്ക് മാറൂടി. നീ തന്നെ ഒരു ദിവസം അവനെ തള്ളി പറയും. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടേ? മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നീ ഒന്ന് അങ്ങോട്ടേക്ക് വാ. നിനക്കല്ലെങ്കിലും ജലജ അവളുടെ മോനെയൊക്കെ വലിയ ഇഷ്ടാണല്ലോ. പിന്നെ നിനക്കെന്താ അവിടെ വന്ന് നിന്നാല്? ചടങ്ങ് നടക്കുന്ന സമയത്ത് വന്നാ പോരെ? എനിക്ക് ഈ കല്യാണത്തോട് ഒരു താല്പര്യമില്ല. അവൻ എല്ലാരോടും പറഞ്ഞത് അവൻ അവന്തികയെ വേണ്ടാന്ന്. എടി, അതൊക്കെ അവരുടെ കാര്യ. അതിനൊക്കെ നീ എന്തിനാ അഭിപ്രായം പറയുന്നേ? എനിക്കെന്തോ ഓരോന്ന് ആലോചിച്ചിട്ടേ വല്ലാത്ത വീർപ്പുമുട്ടലാ. ദയവ് ഇതെന്നെ ഉപദേശിക്കാനും ശാസിക്കാനും അമ്മ വരരുത്. എല്ലാവരുടെ മനസ്സും എല്ലാരും എന്താ ചിന്തിക്കുന്നതെന്നും എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല, അതാ സത്യം. ആര് പറഞ്ഞു അറിയില്ലാന്ന്? എന്നെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ കുറവാമേ. എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവർക്കൊരിക്കലും ഞാൻ മാപ്പ് കൊടുക്കില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് നീ ഇപ്പൊ ആരെ തകർക്കാൻ നോക്കുന്നേ? ആദർശിനെ നയനയല്ലേ? ഞാൻ ആരെ തകർക്കാൻ നോക്കിയാലും അവരതിന് അർഹരാ. എനിക്ക് ശരിയും തോന്നുന്നത് ഞാൻ ചെയ്യും. പക്ഷെ വേറൊരാളോടത് പറയാൻ എനിക്ക് താല്പര്യമില്ല.
മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാ സാറേ? അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മോതിരം മാറ്റം നടത്തണം. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അനാമിക തന്ന പരാതിയാ. അങ്ങനെ ഒരു കംപ്ലൈന്റ് എന്റെ മുന്നിലോട്ട് വന്നാൽ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല.